799 അല്ലെങ്കിൽ 1499 പാക്കേജ് എടുക്കണം എന്ന്. കുടുംബത്തിനും കൊടുക്കാതെ കുട്ടികൾക്ക് ഒരു മിഠായി കൂടി മേടിച്ചു കൊടുക്കാതെ കുറെ ചേട്ടന്മാര് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അവസാനം തുണി അഴിക്കാൻ പോകുമ്പോഴേക്കും തെണ്ടിത്തരല്ലേ ഈ പെണ്ണുമ്പിള്ള കാണിക്കുന്നത്. അടുത്ത ലൈവ് കാണിച്ചു തരാം. ഇപ്പൊ ചിലർ പറയട്ടോ സാറാം 290 പാക്കേജ് എടുത്തിട്ട് അവരെ കുറ്റം പറയണ. പിന്നെ ഉള്ളത് ഇതാണ്. ഇതൊക്കെയാണ് കേട്ടോ സബ്സ്ക്രിപ്ഷനിൽ വന്നിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഇളക്കുക, കാല് പൊക്കുക, വെള്ളത്തിൽ ചാടുക. നമ്മളപ്പോ വിചാരിക്കും വെള്ളത്തിൽ ചാടുമ്പോഴേക്കും ആ തുണി ഊരി കളയുമെന്ന്. ഇതൊന്നുമില്ല. പക്ഷെ തമ്മയില് കാണുമ്പോ വിചാരിക്കണം എന്താണ്, അയ്യോ ഇപ്പൊ ഊരും എന്ന്. പക്ഷെ ഒരു കാര്യമില്ലടാ. പിന്നെ അടുത്തതാണ് കുളിസീനാണ് കേട്ടോ. അപ്പോഴും നമ്മൾ കരുതും മുണ്ടടിക്കും, ഇപ്പൊ മുണ്ടടിക്കും. ഒരു ചുവന്ന ഷോർട്സ് മാത്രം. വീഡിയോ നിമിഷ ബിജോയെ കുറിച്ചാണ്. നിമിഷ ബിജോ ആരാണെന്ന് പ്രത്യേകിച്ചും പറയേണ്ടതില്ല. മലയാളികൾക്ക് വളരെ സുപരിചിതമായ പേരും അതുപോലെ തന്നെ വ്യക്തിയുമാണ്. അപ്പം നിമിഷ ബിജോ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തു. ആ പുള്ളിക്കാരത്തിയുടെ വീഡിയോ എങ്ങനത്തെയാണെന്ന് പ്രത്യേകിച്ചും പറയേണ്ടതില്ലല്ലോ. അപ്പോൾ പുള്ളിക്കാരത്തി പതിവുപോലെ തന്നെ പുള്ളിക്കാരത്തി ഒരു വീഡിയോ ആണ് ചെയ്തത്. ആ വീഡിയോ തുടങ്ങിയപ്പോൾ പുള്ളിക്കാരത്തി ഡാൻസുമായിട്ട് ഇങ്ങോട്ട് മുമ്പോട്ട് വന്നപ്പോഴത്തേക്കിന് ഡ്രസ്സ് ചെറുതായിട്ട് പൊങ്ങുന്നുണ്ട്. ആ പൊങ്ങുമ്പോൾ ആളുകളെല്ലാം കരുതിയത്, വീഡിയോ കണ്ട ആളുകൾ കരുതിയത് അതിനടിയിൽ, ആ ടോപ്പിനടിയിൽ ഇന്നറൊന്നും ഇല്ല എന്നാണ് കരുതിയിരുന്നത്. അതുകൊണ്ട് പിന്നെയും ആ വീഡിയോ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നീടാണ് അറിയുന്നത് അതിനടിയിൽ ഇന്നറുണ്ട്. നമ്മുടെ സ്കിന്നിൻ്റെ ആ നിറമുള്ള രീതിയിലുള്ള ഒരു ഇന്നറാണ് ധരിച്ചിരിക്കുന്നത്. ഒരു ലെഗിൻസ് പോലെ ശരീരത്തെ പറ്റിച്ചേർന്നിരിക്കുന്ന ഒരു ഡ്രസ്സാണ്. അതുകൊണ്ട് ആ ഭാഗം കണ്ടു കഴിഞ്ഞപ്പോൾ ആളുകൾ ആദ്യം കരുതിയത് പുള്ളിക്കാരത്തി ഈ ടോപ്പിനടിയിൽ ഒന്നും ഇട്ടിട്ടില്ല എന്നാണ്. ഇത് പൊങ്ങിയപ്പോൾ, ഡ്രസ്സ് പൊന്തിയപ്പോൾ കരുതിയത്. ഇത് കുറച്ച് കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇതിനുള്ളിലുണ്ട്, ആളുകളെ പറ്റിച്ചതാണ് എന്ന് കരുതിയപ്പോൾ ഞരമ്പന്മാർക്ക് ഭയങ്കര അരിശം വന്നു. അവർ ഈ പൈസയൊക്കെ കൊടുത്ത് ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവായിട്ടുള്ള രംഗങ്ങൾ ഇപ്പം കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരത്തി ഇരിക്കുകയാണ്. അപ്പോൾ ഇത് ഇപ്പം കാണാമല്ലോ എന്നും കരുതിയാണ് ഈ ഞരമ്പന്മാർ ആകാംക്ഷയോടെ ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ആണുങ്ങൾക്ക് ഇത് ഇങ്ങനെ തന്നെ പറ്റിക്കുകയാണ് എന്ന് മനസ്സിലായപ്പോൾ അരിശം വന്നിട്ട് കമൻറ്റ് ബോക്സിൽ നിറയെ അഭിപ്രായങ്ങൾ നെഗറ്റീവായിട്ടുള്ള പുള്ളിക്കാരത്തിനെ മോശപ്പെടുത്തി, നിങ്ങളിങ്ങനെ കാണിക്കുക, സമൂഹത്തിൽ എന്താണ് നിങ്ങൾ കാണിക്കുന്നത്, ഇതുകൊണ്ട് വളരെ മോശമായ പ്രവൃത്തികളാണ് ഇനിയുള്ള വരും തലമുറയിലേക്ക് ചെല്ലുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കമൻറ്റുകൾ വന്നു. പക്ഷേ ഇത് കാണാൻ പറ്റും എന്നും കരുതി ചിന്തിച്ചിരുന്ന് ആകാംക്ഷയോടെ ഇങ്ങനെ വായി വെള്ളമൊക്കെ ഒലിപ്പിച്ചിരുന്ന ആളുകൾക്ക് പറ്റിക്കലാണെന്ന് കണ്ടപ്പോഴത്തെ അരിശമാണ്. ആ അരിശം തീർത്താണ് ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നല്ലവന്മാരായിട്ട്, നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ആളുകളായിട്ട് ചമഞ്ഞ് അവർ വന്നിട്ട് ഇത് കാണാൻ പറ്റത്തില്ല, കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയില്ലേ, ആ ഒരു രീതിയിൽ ഉള്ള കമൻറ്റ് ബോക്സിലുള്ള മറുപടികളാണ് വന്നിരിക്കുന്നത്. എന്തായാലും ചേച്ചി അത് പറ്റിക്കലാണ്. നമുക്കറിയാം ഇപ്പം കൊറോണയുടെ സമയത്ത് മുതലെങ്ങാണ്ട് തുടങ്ങിയതാണ് പുള്ളിക്കാരത്തി ഈ പരിപാടിയുമായിട്ട്. ഇപ്പോഴും പുള്ളിക്കാരത്തി മുമ്പോട്ട് പോകുന്നുണ്ട്. ഹൗസ് ബോട്ട് വരെ വാങ്ങി വാടക വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അതും ഇനിയിപ്പം നല്ലൊരു അടിപൊളി വീടും സെറ്റപ്പും ഒക്കെ ആയിട്ട് ഇനി അതും നേടിയെടുക്കാൻ പറ്റും. കാരണം അതുപോലെ ഞരമ്പന്മാരാണ് പുള്ളിക്കാരത്തി എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ ആ കൊറോണ സമയത്ത് തുടങ്ങിയിട്ട് ഇപ്പം 5-6 വർഷമായിട്ടും പുള്ളിക്കാരത്തി ഇപ്പോഴും ആ അതേ ഫെയിമിൽ തന്നെ നല്ല ടോപ്പായിട്ട് തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ പ്രവാസികളായിട്ടുള്ള ഒരുപാട് ആളുകളുടെ പൈസ പോകുന്നുണ്ട്. ഒരുപാട് ചെറുപ്പക്കാർ, ഞരമ്പന്മാരായിട്ടുള്ള ചെറുപ്പക്കാരൊക്കെ പണം നിക്ഷേപിച്ച് പുള്ളിക്കാരത്തിയുടെ ഈ എക്സ്ക്ലൂസീവ് രംഗങ്ങൾ ഇപ്പം കാണാൻ പറ്റും, ഇപ്പം കാണാമെന്നുള്ളൊരു പ്രതീക്ഷയോടെ ഇങ്ങനെ നോക്കിയിരിക്കും. സ്ക്രീനിലേക്ക് വെള്ളം ഒലിപ്പിച്ചാണ് ഇരിക്കുന്നത്. പക്ഷേ ചേച്ചി പറ്റിക്കലാണ്. ഇപ്പം കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഒന്നെങ്കിൽ ഒന്ന് വെള്ളത്തിലിറങ്ങി കുളിസീനാണെന്നും പറഞ്ഞുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ആ ഡ്രസ്സിൻ്റെ ആ തുണിയുടെ കുറച്ച് ഭാഗം ഇങ്ങനെ നോക്കിയിട്ട് ബാക്കി ഇത് കൂടുതലുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നാളെ ഇത്ര രൂപ അടയ്ക്കൂ എന്ന് പറഞ്ഞ് അവരെ പറ്റിക്കുന്നു. അപ്പോൾ ഈ ഒരു ആകാംക്ഷയുടെ മുൾമുനയെ നിർത്തിയിരിക്കുന്ന ആ ചെറുപ്പക്കാരോ അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാരോ ഒക്കെ ഉണ്ട്, പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവന്മാരെന്ത് ചെയ്യും, എന്നാൽ നാളെ അരി മേടിക്കാൻ വെച്ചിരിക്കുന്ന പൈസയായിരിക്കും, അതെടുത്തിട്ട് എനിക്ക് എന്തായാലും കാണാം. ഈ ഡ്രഗ്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഈ മദ്യവും ഒക്കെ, അതിനൊക്കെ അടിമയായിരിക്കുന്ന അതേ ഒരു രീതിയിലാണ് ഇവരുടെ പോക്ക്. അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് ഒരു ദിവസം കിട്ടിയില്ലെങ്കിൽ, ഇപ്പോൾ മദ്യമാണെങ്കിലും ശരി, ഈ മയക്കുമരുന്നാണെങ്കിലും കിട്ടിയില്ലെങ്കിൽ
ഭയങ്കര ഇതാകും. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതും എന്നാ ഇനി കാണാൻ പറ്റിയില്ലെങ്കിൽ നാളെ കാണണമല്ലോ, ബാക്കി പൈസയും കൂടെ അടയ്ക്കുവാണെങ്കിൽ എങ്ങനെയെങ്കിലും അവർ പൈസ വീട്ടിലത്തേക്ക് ചിലവിന് വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ, പ്രവാസികളാണെങ്കിൽ നാട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ വെച്ചിരിക്കുന്നു, കുട്ടിക്ക് സ്കൂൾ ഫീസ് അടയ്ക്കാൻ വെച്ചിരിക്കുന്നു, എന്തൊക്കെയാണെങ്കിലും ശരി തന്നെ ഇത് കണ്ടിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ, ബാക്കിയൊക്കെ പിന്നെ ചെയ്തേക്കാം, അതൊക്കെ അവിടെ കിടക്കട്ടെ എന്നും കരുതി ഈ പണം കൊണ്ടുപോയി ഇവളുമാരുടെ അക്കൗണ്ടിൽ കൊണ്ടുവന്ന് ഇടുകയും അവളുമാർ പിന്നെയും നാളെയും വന്നിട്ട് കുറച്ചും കൂടെ കാണിച്ചിട്ട് ഒരു ഇച്ചിരി എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് പറയും ഇനി കൂടുതൽ തുറന്ന് കാണിക്കുന്ന സീൻ നാളെ കാണിക്കും എന്ന് പറഞ്ഞിട്ട് പറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഇപ്പോഴും, അതേപോലെ തന്നെ ഒരുപാട് ഞരമ്പന്മാരുടെ എണ്ണം നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന പരിപാടി കൊണ്ട് സ്ത്രീകൾ ആണുങ്ങളെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പല സ്ത്രീകളും ഇപ്പം വീട്ടമ്മമാരൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ യുവതികൾ, കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തുന്ന ഒരു എളുപ്പ വഴിയാണ് ഈ സബ്സ്ക്രിപ്ഷൻ എന്നൊരു പരിപാടി. ഇതൊന്നെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ഈ പരിപാടി നിയമം വഴി നിർത്തലാക്കിയെങ്കിൽ മാത്രമേ ഇത് നിയമപരമായിട്ട് നിർത്തലാക്കിയെങ്കിൽ മാത്രമേ ഇത് നിന്ന് പോവുള്ളൂ. അല്ലെങ്കിൽ ഞരമ്പന്മാരുടെ സപ്പോർട്ട് കുറയുമ്പോൾ തന്നെ അത് നിൽക്കും. പക്ഷേ ഇതിപ്പോൾ സപ്പോർട്ട് കൂടി വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇതുപോലെ ഇപ്പോൾ ഈ നിമിഷ ബിജോയെ സംബന്ധിച്ച് പുള്ളിക്കാരത്തി വാടക വീട്ടിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഹൗസ് ബോട്ട് വരെയും വാങ്ങിച്ചു. പിന്നെ കുടുംബം പുള്ളിക്കാരത്തിക്ക് സപ്പോർട്ടാണ് നിൽക്കുന്നത്. ഭർത്താവ് അതെ, ബിജോ എന്ന് പറഞ്ഞ ഭർത്താവ് അതെ, അതുപോലെ തന്നെ വീട്ടുകാരതെ, മക്കളതെ, ഇവരെല്ലാം കാരണം ഇതുപോലെ വരുമാനം ലഭിക്കുകയാണ്. അവരുടെ ലൈഫ് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടൊക്കെ നീങ്ങാൻ ഇവർക്ക് ഇത് ഒരു ഉപകരിക്കുന്ന പൈസ ആയിട്ട് മാറുന്നുണ്ട് ഈ ഒരു കാര്യം കൊണ്ട്. അതുകൊണ്ട് അവർ സപ്പോർട്ട് ചെയ്യുകയാണ്. എന്താ അല്ലേ, ഓൺലൈൻ വേശ്യാവൃത്തി എന്ന് പറയുന്ന കാര്യം ഇതാണ് ഈ ഒരു പരിപാടിയാണ്. ഇവർ കാണിക്കുന്ന ഈ കാട്ടിക്കൂട്ടലുകളെയാണ് ഈ ഓൺലൈൻ വേശ്യാവൃത്തി എന്ന് തന്നെ പറയാം. കാരണം അത്രയധികം ചീപ്പ് പരിപാടിയാണ്. ആളുകളെ പറ്റിച്ച് ഇപ്പം കാണിക്കുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. പക്ഷേ അവരെ കൂടുതലും കുറ്റം പറയേണ്ട കാര്യമില്ല. ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ഞരമ്പന്മാരും നമ്മുടെ കേരളത്തിൽ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും ഇതുപോലുള്ള തോന്നിയാസം കാണിക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ ആളുകൾ കാണാനില്ലാതെ വരുവാണെങ്കിൽ കാണികളുടെ എണ്ണം കുറയുമ്പോൾ ഇത് തന്നെ നിൽക്കാനുള്ള കാര്യമേ ഉള്ളൂ. പക്ഷേ അതിന് എണ്ണം കുറയുന്നില്ല. വീണ്ടും ഇത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം നിമിഷ ബിജോ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും പുള്ളിക്കാരത്തി പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എന്റെ പേഴ്സണലി എനിക്ക് വരുന്ന ഒരുപാട് മെസ്സേജുകളാണ്. ചേച്ചി ചാനൽ തുടങ്ങിയിട്ട് റീച്ച് ഇല്ല, അത് ഇൻസ്റ്റ ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, നമ്മുടെ യൂട്യൂബ് ആയിക്കോട്ടെ, എല്ലാത്തിനകത്തും റീച്ച് ഇല്ല എന്നും പറഞ്ഞ് കുറേ ആൾക്കാർ പരാതികൾ ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ നല്ലൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇത് ഞാൻ വെറും 375 രൂപയ്ക്ക് മീഷോയിൽ നിന്ന് മേടിച്ചതാണ്. ഇതിന്റെ എക്സ്പയറി ഒക്കെ കഴിയാറായി പോയി, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം കൊള്ളാം. അപ്പൊ ഇതൊരു 375 രൂപയ്ക്ക് ഞാൻ നമ്മുടെ മീഷോയിൽ നിന്ന് എടുത്തൊരു സംഭവമാണ്. ഇത് വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു 3500 രൂപയോളം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഉണ്ടാക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ പ്രത്യേകിച്ച് ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു സംഭവം നിങ്ങൾ ഇട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂസ് ആണോ പിന്നെ ലൈക്സ് ആണോ കമന്റ്സ് ആണോ ഇതിലൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. നിങ്ങളുടെ റീച്ച് മില്യൺ പറയാൻ പറ്റില്ല, അത് അങ്ങ് അടിച്ച് കയറി പോവുകയുള്ളൂ. അതിന്റെ വീഡിയോസ് ഞാൻ ഒരു സാമ്പിൾ വീഡിയോസ് വേണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ, മുകളിൽ കൊടുത്തേക്കാം, നിങ്ങൾ കണ്ടാൽ മതി. അപ്പൊ റീച്ച് ഇല്ലാതെ വിഷമിക്കുന്ന എല്ലാ ആൾക്കാർക്ക് വേണ്ടിയിട്ടും ഞാൻ ഈ ഒരു സംഭവം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിമിഷ ബിജോ ഇന്നർ എന്നും പറഞ്ഞിട്ട് ഇന്നർ അനുഗ്രഹിക്കണേ എന്നും പറഞ്ഞിട്ട് എന്റെ കമന്റിന്റെ അടിയിൽ, അതായത് നമ്മുടെ വീഡിയോയ്ക്ക് അടിയിൽ കമന്റ് ഇട്ടേക്കാം. നിമിഷ ബിജോ ഇന്നർ അനുഗ്രഹിക്കണേ എന്നും പറഞ്ഞിട്ട് കമന്റ് ഇട്ടേക്കുക നമ്മുടെ വീഡിയോയ്ക്ക് അടിയിൽ. അപ്പൊ അവർക്ക് ഞാൻ വേണമെങ്കിൽ ഈ സംഭവം വേണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഷോർട്സ് വേണമെങ്കിൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇതുവരെ എന്താ പറയാ, ലൈഫിൽ നമ്മൾ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് ഇരിക്കുമായിരിക്കും നമ്മൾ ഓരോ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോഴേ. അപ്പൊ ഇതുപോലുള്ള വീഡിയോകൾ നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേനും ലൈഫിൽ ഇതുവരെ മിണ്ടാത്ത ആൾക്കാരും നമ്മുടെ വീട്ടിലുള്ളവരും അച്ഛനും അമ്മയായിട്ട് പിണങ്ങി നിൽക്കുന്നവരും നമ്മുടെ കുടുംബക്കാരൊക്കെ പിണങ്ങിയിരിക്കുന്ന ആൾക്കാരുണ്ട്. കറക്റ്റ് നമ്മളെ അവരെന്തായാലും ഫോൺ വിളിച്ചിരിക്കും. പിണങ്ങിയിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പോലും അവരാണെങ്കിൽ പോലും നമ്മളെ വിളിച്ചിരിക്കും. ഇത് ഞാൻ തരുന്ന ഒരു ടിപ്പാണ് നിങ്ങൾക്ക്. അപ്പം ഈ ഒരു ഷോർട്സ് നിങ്ങൾ മറക്കണ്ട, ആഴ്ചയിൽ ഒരു പ്രാവശ്യം. ഒരിക്കലും ഇത് ഫുള്ള് പൊക്കി കാണിക്കാൻ പാടില്ല. ജസ്റ്റ് നിങ്ങൾ 2 മിനിറ്റ് വീഡിയോ ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് മിന്നായം പോലെ ഷൂ പൊക്കാത്താക്കുക, അത്രയും ചെയ്യാൻ പാടുള്ളൂ. ഫുൾ സമയം പൊക്കി പിടിച്ചോണ്ടിരിക്കരുത്. അപ്പൊ നിമിഷ ബിജോ ഇത്ര നാൾ ഞാൻ ആർക്കും ഇങ്ങനത്തെ ഒരു ടിപ്പൊന്നും പറഞ്ഞു കൊടുക്കാത്ത ഒരാളാണ്. അപ്പൊ എനിക്ക് തോന്നി എന്തുകൊണ്ട് എനിക്ക് കിട്ടിയ ഒരു റീച്ച് നിങ്ങൾക്ക് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നേക്കാം, ഇതൊന്ന് പറഞ്ഞു തന്നേക്കാം എന്ന് വിചാരിച്ചത്. അപ്പൊ നിങ്ങൾ കഷ്ടപ്പെട്ട വീഡിയോ ഒന്നും എടുക്കാൻ നിൽക്കണ്ട, 2 ഷോർട്സ് മേടിക്കുക, ജസ്റ്റ് ടിങ് ഒന്ന് പൊക്കി ഒന്ന് കാണിച്ചേക്കാം. പിന്നെ മില്യനാണോ വ്യൂസ് എന്താ പറയാ, സൗന്ദര്യം ആസ്വദിക്കാനോ അതിനെക്കുറിച്ച്
എന്താ ഒന്ന് സൂപ്പിച്ച് സംസാരിക്കാനോ ഒരു റൊമാൻറ്റിക് ആയിട്ടൊന്ന് ഇച്ചിരി നേരം അവരോട് സംസാരിക്കാനോ ഒന്നും നേരമില്ലാതെ ഇവ ഇതൊക്കെ തന്നെയാണ് എല്ലാ സ്ത്രീകളിലും ഈ ഭാര്യയ്ക്കുള്ളത് പോലെ തന്നെയാണ് ബാക്കിയുള്ളവർക്കും അങ്ങനെയൊന്നും കണക്ക് കൂട്ടാതെ മറ്റുള്ള സൗന്ദര്യത്തിലേക്ക് പോയി വീഴുകയാണ്. മറ്റുള്ളവരുടേത് പൈസ കൊടുത്ത് വാങ്ങിച്ച് കണ്ടാസ്വദിക്കുകയാണ്. സ്വന്തം ഭാര്യയ്ക്ക് അതൊന്നും ഇല്ലാത്തതുപോലെയാണ് ഇങ്ങനെയുള്ള ഇവന്മാരുടെ ഈ പോക്ക്. അവന്മാർ കരുതുന്നത് അതിൽ കൂടുതൽ എന്തോ കൂടുതലായിട്ട് വീട്ടിലുള്ളതിനേക്കാളും കൂടുതലായിട്ട് അവിടെ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഇതിലേക്ക് പോകുന്നത്. പക്ഷെ ഇവരുടെ പോക്കറ്റ് കാലിയാകുന്നു എന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ല. കുടുംബത്തിലേക്ക് വേണ്ടി ചെലവഴിക്കേണ്ട പൈസ, സ്വന്തം മക്കൾക്ക് അല്ലെങ്കിൽ ഒരു കൂടി ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഒരു മുട്ടായി മേടിച്ച് കൊടുക്കേണ്ട ആ പണമാണ് കൊണ്ടുവന്നിട്ട് ഈ വെല്ലോടുമാരുടെ അക്കൗണ്ടിൽ കൊണ്ടുവന്നിട്ടിട്ട് ഇപ്പം കാണിച്ചു തരുമെന്ന് കരുതി വായി വെള്ളം ഒലിപ്പിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. ഇങ്ങനെയുള്ള ഇവന്മാർക്ക് തന്നെ ഇതുപോലത്തെ അബദ്ധം പറ്റുക തന്നെ ചെയ്യണം. കാരണം ഇങ്ങനെ ഇപ്പം ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് നാളെ നീളെ എന്നും പറഞ്ഞുകൊണ്ട് ചേച്ചി അങ്ങനെ മുമ്പോട്ട് പോകും. അപ്പോൾ അതനുസരിച്ച് ചേച്ചിക്ക് 375 രൂപയുടെ ആ ഒരു ഓൺലൈൻ വഴി വാങ്ങിയ ആ ഒരു ഇന്നർ ആ സാധനം കൊണ്ട് പുള്ളിക്കാരത്തി 3500 രൂപ ഒപ്പിച്ചെടുത്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ഇതുകൊണ്ട് ഒരാഴ്ചയിൽ ഒരു വീഡിയോ ചെയ്തിട്ട് അതുകൊണ്ട് ആ ഒരു കാരണം ഈ സമൂഹത്തിനോട് കാണിക്കുന്നത് എന്തൊക്കെയാണ് ഇവർ, അതുപോലെ സമൂഹം അധപ്പതിച്ചു പോയി. അതുകൊണ്ടാണ് ഇങ്ങനെ അവർ അത് മുതലെടുക്കുന്നത്. ഇപ്പോഴത്തെ ആ ചെറുപ്പക്കാരെ യുവാക്കളെയൊക്കെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ സത്യത്തിൽ ഇവരുടെ ഭാഗത്തല്ല തെറ്റ്. ഇതിൽ കൂടുതൽ ഇങ്ങനെയുള്ള ഇതിൽ വലയിൽ വീഴുന്ന ഇതുപോലെ ഈ ഇതിലേക്ക് ചെന്നിട്ട് ആകൃഷ്ടരായിട്ട് ഇവർക്ക് പൈസ കൊടുത്ത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഞരമ്പന്മാരെയാണ് പറയേണ്ടത്. അവന്മാർ കാരണമാണ് ഇതുപോലെയുള്ള അതുകൊണ്ട് അവരുടെ പൈസ പോവുക തന്നെ ചെയ്യണം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇവരുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ മക്കൾ അല്ലെങ്കിൽ അച്ഛൻ അമ്മ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അച്ഛനോ അമ്മയാണെങ്കിൽ മരുന്നിനോ അല്ലെങ്കിൽ അവർക്ക് ഒരു ഡ്രസ്സിനോ അല്ലെങ്കിൽ മക്കൾക്ക് കുഞ്ഞു മക്കൾക്ക് അവർക്ക് ഉള്ള ഒരു എന്തെങ്കിലും ഒരു പലഹാരം അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭാര്യയ്ക്കൊരു ഒരു ചുരിദാർ ഇതൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ വീട്ടിലത്തെ ഒരു ദിവസത്തെ ചിലവിന് ഇതിനൊക്കെ വേണ്ടിയിട്ട് വെക്കുന്ന പൈസയാണ് നിങ്ങൾ വെല്ലോടുമാറയാൻ കൊടുത്തിട്ട് അവരുടെ ജീവിതം ലക്ഷറിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ തോന്നിയവാസം കാണിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ എത്രത്തോളം ഈ സബ്സ്ക്രിപ്ഷനെക്കുറിച്ച് എതിർത്ത് വീഡിയോ ചെയ്തെന്ന് പറഞ്ഞാലും ആളുകൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാടുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ നിമിഷ ബിജോയുടെയൊക്കെ ചാനൽ ഇപ്പോഴും ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് പേര് എത്രയോ വർഷം മുമ്പ് തുടങ്ങിയ ചാനൽ ഇപ്പോഴും ഞരമ്പന്മാരുടെ എണ്ണം കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല. അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമ്മളിതിനെക്കുറിച്ച് പ്രതികരിച്ച് കുറച്ച് ആളുകൾക്കെങ്കിലും ബോധമുണ്ടായി അതിൽ നിന്ന് പിന്തിരിയട്ടെ എന്ന് കരുതിയാണ്. അല്ലാതെ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എക്സ്ക്ലൂസീവ് രംഗങ്ങൾ കാണിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇത് മറ്റാരെക്കൊണ്ട് നിർത്താൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ അവർ തന്നെ നിർത്തുക, ഇത് ശരിയല്ല, ഇത് മറ്റുള്ളവരോട് കാണിക്കുന്ന ഇനിയും വരുന്ന തലമുറയ്ക്കൊക്കെ നാശമാണ് കൊടുക്കുന്നതെന്നും പറഞ്ഞ് കരുതി ആ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന ആളുകൾ തന്നെ അവർക്കൊരു ബോധം ഉണ്ടായി നിർത്തുക. അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ഒരു നിയമം നടപ്പിലാക്കി ഇങ്ങനെയുള്ള കാണിക്കുന്ന വ്യക്തികൾക്കെതിരായിട്ട് നിയമപരമായിട്ട് മുമ്പോട്ട് പോവുക. അതും അല്ലെങ്കിൽ ഞരമ്പന്മാർ തന്നെ കരുതി ഇത് ശരിയല്ല, ഇത് വെറുതെ നമ്മുടെ കീശയിലെ പൈസ പോവുകയുള്ളൂ എന്ന് കരുതി അവർ തന്നെ അത് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഈ പരിപാടി നിർത്താൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഇപ്പം പറഞ്ഞിട്ടോ എടുത്തിട്ടോ ഒന്നും കാര്യമില്ല എന്നറിയാം. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.